അടിമകൾക്ക് അനന്തരാവകാശമില്ല എന്നത് അള്ളാഹു ഒരു നിയമമാക്കി വെച്ചതാണോ എന്നതാണ് അവരുടെ ചോദ്യം. ഒന്ന്, ഈ അടിമ സംവിധാനം എന്നുള്ളത് ഇപ്പം നിലവിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരാറുള്ളത് അബ്രഹാം ലിങ്കണെ പോലെയുള്ള ആളുകൾ നിർത്തലാക്കിയ ഇവിടുത്തെ ഒരു കാടത്തം നിറഞ്ഞൊരു അടിമ സംവിധാനമുണ്ട്. ആ അടിമ സംവിധാനമാണ് ഓർമ്മ വരാറുള്ളത്. യഥാർത്ഥത്തിലൊരു ഇസ്ലാം മുന്നോട്ട് വെച്ചൊരു അടിമ സംവിധാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് കാണാം, എനിക്ക് മാതാവ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാനൊരു അടിമയായി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന്. അടിമയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ടെൻഷൻ ഫ്രീ ആയ ജീവിതമാണ് അടിമക്കുള്ളത്. അടിമ എന്നത് പരിപൂർണമായും ഉടമയുടെ സ്വത്താണ്. അടിമ എന്നത് ഉടമയുടെ സ്വത്താണ്. എന്നിട്ട് ആ ഉടമയ്ക്ക് ഇസ്ലാം നൽകുന്ന നിർദ്ദേശം എന്നുള്ളത് ഒരിക്കലും തന്നെ ആ അടിമയെ കൊണ്ട് കഴിയാത്ത ജോലികൾ ചെയ്യിക്കാൻ പാടില്ല. ഉടമ ധരിക്കുന്നതിൽ നിന്ന് അടിമയെ ധരിപ്പിക്കണം, ഉടമ ഭക്ഷിക്കുന്നതിൽ നിന്നും അടിമയെ ഭക്ഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യന് നൽകാവുന്ന എന്തെല്ലാം അവകാശങ്ങളുണ്ട് അത് മുഴുവൻ അടിമകൾക്ക് നൽകണം. ഒരു അടിമയെ കൊണ്ട് നടക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇസ്ലാമികമായി കൊണ്ട്. അതുകൊണ്ട് തന്നെ അടിമ സമ്പ്രദായം ഇല്ലാതെയാകുവാൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലൂടെ ഇസ്ലാം എന്താക്കുകയാണ് ചെയ്തത്, സംവിധാനിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ അടിമ എന്നുള്ളത് തന്നെ ഒരു സ്വത്താണ്. പിന്നെ അടിമക്ക് വേറൊരു സ്വത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അടിമകൾക്ക് അനന്തരാവകാശമില്ല എന്ന് പറയാനുണ്ടായ കാരണം അടിമ തന്നെ ഈ വ്യക്തി മരിക്കുന്നതോടുകൂടി മറ്റൊരാളുടെ ഇയാളുടെ അനന്തരസ്വത്ത് എന്നുള്ളവർക്ക് പോകുന്ന കാര്യമാണെന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ അടിമക്ക് സ്വത്തുണ്ടാകുന്ന ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരടിമക്ക് തോന്നുകയാണ്, ഞാൻ അടിമയായി ജീവിക്കേണ്ടവനല്ല, എനിക്ക് സ്വതന്ത്രനാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രനാകണമെങ്കിൽ തൻ്റെ യജമാനൻ്റെ ഭാഗത്തു നിന്ന് അതിന് സഹായം ലഭിക്കാതെ ഒരിക്കലും തന്നെ സ്വതന്ത്രനാകാൻ കഴിയുകയില്ല. അപ്പോൾ അത്തരം ഘട്ടത്തിൽ യജമാനനോട് ഒരടിമ പറയാണ്, ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന മോചനദ്രവ്യം ഞാൻ താങ്കൾക്ക് നൽകാം, താങ്കൾ എന്നെ മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ മുക്കാത്തബത്ത് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. മുക്കാത്തബത്ത് എന്നാണ് അങ്ങനെ ഈ പരസ്പരം ധാരണയ്ക്ക് പറയുക. പ്രത്യേകിച്ചും ഈ അടിമമോചനവുമായി ബന്ധപ്പെട്ട ഈ ധാരണയ്ക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ സമയം യജമാനെ അനുവദിച്ചു കൊടുക്കണം. അധ്വാനിക്കാനും പുറത്തുപോയി അധ്വാനിക്കാനും സ്വത്തുണ്ടാക്കുവാനൊക്കെ ഉള്ള അവസരം എന്താണ് കൊടുക്കണം. അങ്ങനെ സമ്പാദിച്ചു വെച്ച ധനം അത് സ്വാഭാവികമാണ്. അത് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ പറ്റി അദ്ദേഹം മരിച്ചു പോയാൽ സ്വാഭാവികമാണ് അത് വീണ്ടും ഈ ഉടമയുടെ ധനമായി കൊണ്ട് മാറുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ മംലൂക്ക്, തൻ്റെ അടിമയിൽ നിന്നും ഉണ്ടായിട്ടുള്ള സിയാദത്ത്, വർധനമാണ് ഈ പറഞ്ഞ ധനം. അപ്പം അങ്ങനെ വരുമ്പോൾ അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമയ്ക്ക് നേരിട്ട് അനന്തര സ്വത്തിൽ നിന്ന് അനന്തരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.